സ്തുതി മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി ഉദയം ചെയ്ത മിശിഹായി ഞങ്ങൾ ഹൃദയത്തിൽ നിസ്സംഗതയുടെ വേലികളെ അങ്ങ് അറുത്തു കളയണമേ. ശുശ്രൂഷകൾ സ്നേഹപരമാക്കുവാൻ ശക്തി നൽകി രാജ്യത്തിന്റെ പ്രഘോഷകരായിരിക്കാൻ ഞങ്ങൾക്ക് ആത്മബലം നൽകുന്നതിനായി ദൈവമേ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിശ്വാസ പൈതൃകത്തിനായി ആരാധനാ സമൂഹമായി നിലകൊള്ളുവാൻ നൽകിയ കൃപകൾക്കായും അതിലൂടെ ജീവിത സാക്ഷ്യം നിലനിർത്തുവാൻ നൽകിയ പ്രചോദനത്തിനായും പ്രതീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാലാകാലങ്ങളിൽ നേതൃത്വം വഹിച്ചവർക്കും മൺമറഞ്ഞ ധീര നേതാക്കളായ ബഹുമാനപ്പെട്ട അഞ്ചേർ ലക്ഷന്റെയും ബഹുമാനപ്പെട്ട ശ്രീനാഥൻ സാറിന്റെയും സേവനങ്ങൾക്കായും ദൈവമേ ഞങ്ങൾ നിയോഗിക്കപ്പെട്ടവർ സംഹാരകരായി മാറുന്നു. ഞങ്ങളുടെ പ്രപഞ്ചം മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുന്ദരമായ ഭൂമി വികലമാക്കപ്പെടുന്നു. ഇപ്രകാരമുള്ള കുറവുകളെ ദൈവമേ മേൽപ്പട്ടക്കാർ, പട്ടത്ത സമൂഹം, സുവിശേഷ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ബലഹീന ആരാധനകളെയും കണ്ടെത്തണമേ. സത്യത്തിലും ആത്മാവിനും ആരാധിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഭീകരമായ അക്രമങ്ങളും തീവ്രവാദത്തിന്റെ ഭീഷണികളും ഒക്കെ നിലനിൽക്കുമ്പോൾ സന്തോഷത്തിനും സമാധാനത്തിനും എവിടെയാണ് പ്രസക്തി എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. ക്രിസ്മസ് എന്ന് പറയുന്നത് മാലാഖമാർ അരുളി ചെയ്തത് സകലർക്കും സദ്വാർത്തയാണ്. 26ാമത് വാർഷിക റിപ്പോർട്ട് അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേർന്നിരിക്കും എന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പൂർണ്ണമായി വായിക്കുന്നതിന് പകരം അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുൻ വർഷങ്ങളിലെന്ന പോലെ ക്രിസ്മസ് ആരാധനയും കരോൾ പരിപാടികളുമായാണ് ഈ വർഷവും എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കിട്ടിയ ദൈവാനുഗ്രഹത്തിന്റെ ഔന്നത്യം വിശദമാക്കിക്കൊണ്ട് നിവൃത്തി ശ്രീ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്ത ക്രിസ്മസ് ദൂത് നൽകി. നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി ക്രിസ്മസ് ദീപം തെളിച്ചു. രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്രസിദ്ധപ്പെടുത്തിയ സ്മരണികയുടെ പ്രകാശനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂർലോസ് നിർവഹിച്ചു. പരിപാടിയുടെ മുഖ്യ ഇനമായ സംയുക്ത ക്രിസ്മസ് ആരാധനയ്ക്ക് റവറൻഡ് വിജയ് ജോർജ് നേതൃത്വം നൽകി. ഫെലോഷിപ്പ് പ്രസിഡന്റ് ഫാദർ PM സക്കറിയ സ്വാഗതം ആശംസിക്കുകയും ജോയിന്റ് സെക്രട്ടറി ശ്രീ JC തോമസ് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തു.
ഫാദർ ജേക്കബ് ചെറിയാൻ മണ്ണൂർ മാസ്റ്റർ ഓഫ് സെറമണിയായി സേവനമനുഷ്ഠിച്ചു. ഡോൺ ബോസ്കോ സ്കൂൾ, ആൽഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പരിയാരം മദർ ജ്യോതി, മഡോണ ജ്യോതിസ് എന്നീ സ്ഥാപനങ്ങളോട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കരോൾ പരിപാടികൾ ആഘോഷത്തിന് നവചൈതന്യം പകർന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്മസ് ട്രീ മത്സരവും ഉണ്ടായിരുന്നു. രഥചതുർഥി ആഘോഷങ്ങളുടെ ഭാഗമെന്ന നിലയിൽ 84 വയസ്സ് പിന്നിട്ട മുൻ ഫെലോഷിപ്പ് പ്രവർത്തകരായ ശ്രീ വി എ ആന്റണി, അഡ്വക്കേറ്റ് പി എം മാത്തൻ, ശ്രീ സ്കറിയാത്തമ്മി, പ്രൊഫസർ നൈനൻ എബ്രഹാം, ശ്രീ ജോസഫ് വാഴവേലിൽ, ശ്രീ പി ഒ ജോർജ്, പ്രൊഫസർ ടി ജെ മാത്യു എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രൊഫസർ നൈനൻ എബ്രഹാം മറുപടി പ്രസംഗം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ പ്രശസ്ത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എക്യുമെനിക്കൽ ഫെലോഷിപ്പ് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. ഇല്ലായ്മയാണ് ഇന്ന് സന്തോഷത്തിന്റെ അടിസ്ഥാനം. ഇല്ലായ്മ ദാരിദ്ര്യമാണ്. ആവശ്യമുള്ളത് ഇല്ലാതെയാകുമ്പോഴാണ് അത് ദാരിദ്ര്യമാകുന്നത്. ആവശ്യമില്ലാത്തത് ഇല്ല എന്നുള്ളതിനെ പറ്റി ഞാൻ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ആവശ്യം എന്താണെന്നറിയണം. അതാണ് ഈ ക്രിസ്മസിന്റെ ഒന്നാമത്തെ സംഭവം. ദൈവത്തിന്റെ വലിയ ആവശ്യം മനുഷ്യൻ. ദാരിദ്ര്യം മാത്രമല്ല, അവഗണന. അവിടെയാണ് എവിടെയൊക്കെ മനുഷ്യനെ അവഗണിക്കുന്നു അവിടെ അവനെ സ്വീകരിക്കാനായിട്ട് ദൈവം വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അത് വ്യക്തമായി കാണാം. ഇന്ന് നാം ദിവസങ്ങൾ കഴിയുന്തോറും അവഗണനയിൽ വളർന്നും വർദ്ധിച്ചും വരികയല്ലാതെ അവഗണനയിൽ നിന്ന് വിജയിച്ച് എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു മനോഭാവം. ദൈവം സ്വീകരിക്കുന്ന എല്ലാവരെയും നാം സ്വീകരിക്കുന്നു. ദൈവം സ്വീകരിക്കാത്ത ആരുണ്ട് ഈ ലോകത്ത്? ആരുമില്ല. അതുകൊണ്ട് സർവജനത്തെയും സ്വീകരിക്കുന്ന ഒരു മനോഭാവം ലോകത്തിൽ സൃഷ്ടിക്കുന്നതിനാണ് ക്രിസ്മസ്. മൂന്നാമതായിട്ട് ശിശു, ബലഹീനത, നിസ്സഹായം. എവിടെയൊക്കെ മനുഷ്യൻ നിസ്സഹായനായിരിക്കുന്നു അവിടെ അവനെ സഹായിച്ച് അവനെ ശക്തനാക്കുന്നതിനായി ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ ഇക്യൂമെനിക്കൽ ഫെലോഷിപ്പ് പുതുപ്പള്ളിയിൽ എവിടൊക്കെ ആവശ്യങ്ങളിൽ ലഭിക്കാതെ മനുഷ്യൻ കഷ്ടപ്പെടുന്നു, എവിടെയൊക്കെ മനുഷ്യൻ അവഗണിക്കപ്പെട്ട് അന്യവൽക്കരിക്കപ്പെടുന്നു, എവിടെയൊക്കെ അവൻ നിസ്സഹായതയിൽ കടന്ന് വിഷമിക്കുന്നു, ആ രംഗങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവരെ അവിടുന്ന് സഹായിക്കുന്നതിന് ശ്രമിക്കുകയും വേണം. വീണ്ടും നിങ്ങൾക്കെല്ലാം ക്രിസ്മസിന്റെ സകല മംഗളങ്ങളും ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊണ്ടും